ഹായ് ഓൾ, എല്ലാ PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിലെ ആദ്യ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂറോപ്യൻ ആഗമനമാണ്. നമുക്ക് യൂറോപ്യൻ ആഗമനത്തിൽ പോർച്ചുഗീസുകാരെ കുറിച്ച്, ഡച്ചുകാരെ കുറിച്ച്, ബ്രിട്ടീഷുകാരെയും ഫ്രാൻസുകാരെ കുറിച്ചും പഠിക്കാനുണ്ട്. 4 രാജ്യങ്ങൾ ഇവിടെ വരുന്നു, ഇവരെന്തൊക്കെ ഇവിടെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അവരൊക്കെ കുറച്ച് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പോർച്ചുഗീസുകാരെ കുറിച്ചും ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഇവിടെ ആദ്യം എത്തിയ വാസ്കോ ഡ ഗാമയെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ യൂറോപ്യൻ ആഗമനം, ആരാണ് ആദ്യമെത്തിയ യൂറോപ്യൻ എന്നൊക്കെ അറിയണ്ടേ? നമ്മുടെ ഒരു ചരിത്രം തുടങ്ങുകയാണ് അല്ലെ. കേരളത്തിലേക്ക് കുറച്ച് വിദേശികൾ ഇവിടെ എത്തി, കച്ചവടത്തിനായി എത്തിയ അവർ പിന്നീട് എന്ത് ചെയ്തു? നമ്മുടെ സ്വാതന്ത്ര്യം തന്നെ നേടിയെടുത്ത ആ ഒരു കഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പിന്നീട് അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് നമ്മൾ അവരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. അവർ നമ്മളുടെ ഭരണം നേടിയെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു നമ്മുടെ ഒരു നാട്ടുരാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ എല്ലാം ഇന്ത്യ മുഴുവൻ 565 നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യങ്ങളിലൊക്കെ എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാജാക്കന്മാരിലൊക്കെ തമ്മിൽ ശത്രുതയും വെട്ടിപ്പിടിക്കലും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് മുതലാക്കിയ വിദേശികൾ എന്ത് ചെയ്യുന്നു? അവര് നമ്മുടെ ഭരണം കൈക്കലാക്കുകയാണ് ഉണ്ടായത്. ഇനി ഇവിടെ ആദ്യം എത്തിയ വിദേശി ആര് എന്ന് PSC ചോദിച്ചാൽ ഉത്തരം എന്താണ്? ആദ്യം എത്തുന്ന വിദേശി എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ അറബികളാണ്. അപ്പൊ യൂറോപ്യന്മാർ ഇവിടെ വന്നു, എന്നാൽ ഇവിടെ ചോദ്യം ആദ്യമെത്തിയ വിദേശി എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ വിദേശി ചോദിച്ചാൽ അറബികളാണ്. യൂറോപ്യന്മാർ ഇവിടെ വരുമ്പോൾ ഇവിടെ അറബികളാണെങ്കിലും ഈജിപ്ഷ്യന്മാരാണെങ്കിലും പിന്നെ മറ്റ് ചൈനക്കാരാണെങ്കിലും ഒക്കെ പല രാജ്യത്തിലെ ആളുകൾ ഇവിടെ കച്ചവടം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് യൂറോപ്യന്മാര് ഇവിടെ എത്തുന്നത്. അപ്പൊ ആദ്യമെത്തിയ വിദേശി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അറബികളാണ്. എന്നാൽ ഇവിടെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ആദ്യമെത്തിയ യൂറോപ്യൻ ആര്? ആദ്യമെത്തിയ യൂറോപ്യന്മാരാര് എന്ന് ചോദിച്ചാൽ ഉത്തരം മാറുകയാണ്. അത് പോർച്ചുഗീസുകാരാണ്. ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ കേരള PSCയുടെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾ പഠിച്ചത്. ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശികൾ ആര്? ആൻസർ അറബികൾ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യൻ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇനി നമ്മൾ ക്രിസ്റ്റഫർ കൊളംബസിനെ കാണാൻ പോവുകയാണ്. ആരാണ് ക്രിസ്റ്റഫർ കൊളംബസ്? ഇന്ത്യ കണ്ടെത്താനായി യാത്ര സഞ്ചരിച്ച ഒരു നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഇദ്ദേഹം 1492 ഓഗസ്റ്റ് 3-നാണ് യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ വർഷം ഒന്ന് ഓർക്കാം, 1492 ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഇദ്ദേഹം യാത്ര ആരംഭിച്ചത്. അപ്പൊ ഇന്ത്യയെ കണ്ടെത്താനായിട്ട് ഇദ്ദേഹം ഒരു കപ്പലിൽ യാത്ര ആരംഭിച്ചു. ഈ സാഹസികതയാണെന്നല്ലേ, ജീവൻ തിരിച്ചു കിട്ടുമോ എന്നൊന്നും ഉറപ്പില്ല. ഒരു കപ്പലിലാണ്, വളരെ പഴക്കം ചെന്ന വർഷമാണ്. 1492 എന്ന് പറയുമ്പോൾ 15-ാം നൂറ്റാണ്ടാണ്. അപ്പൊ ആ ഒരു കാലഘട്ടമാണ്. കൃത്യമായൊരു മാപ്പോ ആധുനിക ഒരു സംവിധാനങ്ങളുമില്ല. സ്വന്തം ജീവൻ പണയം വെച്ച് ആ സാഹസികത യാത്രയോടുള്ള താല്പര്യത്തിന്റെ പുറത്ത് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ കണ്ടെത്താൻ പുറപ്പെടുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യ കണ്ടെത്താൻ ഇത്രയ്ക്ക് ആഗ്രഹം? ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട്. കാര്യം ഇവര് പല സ്ഥലത്തും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മികവുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അറബികളൊക്കെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ ഈ യൂറോപ്യൻസ് ഒക്കെ എന്തുണ്ട്? ഇന്ത്യയിൽ ഒത്തിരി സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്, ഇന്ത്യയിൽ ഒത്തിരി നല്ല പ്രോഡക്ട്സ് ഉണ്ട്, വിലക്കുറവാണ്, ഗുണമേന്മയുള്ള തുണിത്തരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ മേന്മ അവർ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ പോയാൽ നല്ല ലാഭത്തിലെ സാധനങ്ങൾ കിട്ടും, ഗുണമേന്മയുള്ള സാധനങ്ങൾ കിട്ടും എന്നൊക്കെ ഈ യൂറോപ്യൻ മാർക്കറ്റിൽ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയെ കണ്ടെത്താനായി ക്രിസ്റ്റഫർ കൊളംബസ് ഇറങ്ങുകയാണ്. അപ്പൊ ഇദ്ദേഹം ആദ്യം പോയി ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു ഇതാണ് ഇന്ത്യ. ഒന്നും അറിയത്തില്ലല്ലോ, കപ്പലിലൊക്കെ പോയി ഒരു ദിശയും ഒന്നുമില്ല, എവിടെയോ പോയി ഇറങ്ങിയിട്ട് പറഞ്ഞു ഇതാണ് ഇന്ത്യ. അവിടുത്തെ ജനങ്ങളെയൊക്കെ ഇന്ത്യക്കാർ എന്നൊക്കെ വിളിച്ചു. പിൽക്കാലത്താണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം അമേരിക്കയിലാണ് പോയിരുന്നത്. റെഡ് ഇന്ത്യൻസ് എന്നാണ് അവരെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ?
അപ്പൊ ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് എന്ത് തന്നെയാണ്? യൂറോപ്യന്മാരുടെ ആഗമനമാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗമാണ് വന്നത്. എന്തുകൊണ്ടാണ് കടൽ മാർഗം വന്നതെന്ന് ചോദിച്ചാൽ തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? 1453 അവരത് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമുക്കത് പറയാം. അപ്പൊ ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരാണ് ആദ്യം ആരംഭിച്ചത്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ഏത് വർഷം? 15ാം നൂറ്റാണ്ടാണെന്ന് ഓർക്കുക. 1492 ഓഗസ്റ്റ് 3 1453 യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴി തെളിയിക്കുന്നത് എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ്. ബൈസാന്റിയം എന്നൊക്കെ അറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ തുർക്കികളെ പിടിച്ചെടുക്കുന്നു. ഇവർ തുർക്കി ബ്രിട്ടീഷ് ഒരു ശത്രുതയുണ്ട്. ഇവരെന്ത് ചെയ്യുകയാണ്? വഴി അടയ്ക്കുകയാണ്. ഇവര് ഇന്ത്യയിലേക്ക് വരുന്ന കരമാർഗം അവിടെ അടയ്ക്കുകയാണ്. അങ്ങനെ പിന്നെ യൂറോപ്യൻസിന് ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു മാർഗം അവിടെ ഇല്ലാതായി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഓക്കെ, ഒരു മാർഗം പോയെങ്കിൽ എന്താ, മറ്റൊരു മാർഗം തുറക്കില്ലേ? അവർ ചിന്തിച്ചു. അവർക്ക് മനസ്സിലായി കടലിലൂടെ ഇന്ത്യയിൽ എത്താം. അവർ വഴി മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ആദ്യമായി ക്രിസ്റ്റഫർ കൊളംബസ് വരുന്നത് 15ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1492. 15ാം നൂറ്റാണ്ടിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇപ്പൊ ഏത് നൂറ്റാണ്ടാ? 21ാം നൂറ്റാണ്ടാ അല്ലെ? 2000 മുതൽ 2100 വരെ നമ്മൾ 21ാം നൂറ്റാണ്ടെന്നാണ് പറയുന്നത്. അപ്പോ 1492 എന്ന് പറയുമ്പോൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനമായി അല്ലെ? അതുകൂടി ഓർത്ത് വെക്കുക. അത് മാത്സ് ആണ്, നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഇനി അന്നത്തെ പോർച്ചുഗീസ് രാജാവ് ആരായിരുന്നു? ജോൺ രണ്ടാമൻ. 1487 ഒക്ടോബർ 10 ആഫ്രിക്കയുടെ ദക്ഷിണ മുനമ്പ് ചുറ്റിക്കടന്ന് ഇന്ത്യയിലേക്കുള്ള സമുദ്രമാർഗം കണ്ടെത്താൻ സംഘടിത യാത്രാ നേതാവായിട്ട് ഡയസിനെ നിയമിക്കുന്നത്. ഡയസിനെ നിയമിച്ചു 1487. അപ്പോ പിന്നീട് മറ്റൊരാളാണ് വരുന്നത്, ഡയസ്. ഡയസ് എന്ത് ചെയ്യുന്നു? അതായത് ഇവര് കടൽ മാർഗം ഇവിടെ എത്താം എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആഫ്രിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മുനമ്പുണ്ട്, ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന് വിളിച്ചു. ഈ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി വന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇന്ത്യയിലേക്ക് എത്താൻ പറ്റൂ. പക്ഷെ ആർക്കും അതുവഴി കറങ്ങി ഇന്ത്യയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഡയസ് മനസ്സിലാക്കി ഇങ്ങനെ ചുറ്റി വന്നാൽ ഇന്ത്യയിൽ എത്താം. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ഈ ഒരു കടലിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ട്. പല ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ, പലതരത്തിലുള്ള ഗോത്രങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആദിവാസികളെ അറിയാവുന്നതുപോലെ പലതരത്തിലുള്ള പല രാജ്യങ്ങളിലുള്ള ഗോത്രക്കാരാണ്. അപ്പൊ അവരെന്ത് ആക്രമിക്കും? അവർ വിചാരിക്കും അവരെ കൊല്ലാനായിട്ട് ചെല്ലുകയാണ്. ഇവരുടെ ഉദ്ദേശം അവർക്കറിയത്തില്ല, ലാംഗ്വേജ് പരസ്പരം അറിയത്തില്ല, ഇന്നത്തെ ട്രാൻസ്ലേറ്റർ ഒന്നും അന്നില്ലല്ലോ. അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് താൽക്കാലിക രക്ഷപ്പെടാനുള്ള ആയുധങ്ങളാണ് ഇവർ കൈ പിടിച്ചേക്കുന്നത്. ഇവരെ കുറച്ചു പേരല്ലേ ഉള്ളൂ, അവരെ ഒരുപാട് ജനമാണ്, വന്ന് ആക്രമിച്ച് അപ്പോഴേ കൊന്നുകളയും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കടലാണ്, വലിയ റിസ്ക് ആണ്, ഉൾക്കടലാണ് അല്ലേ? കടലിലൂടെ ഉള്ള ഇവരുടെ അന്നത്തേക്ക് കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ ശക്തിയുള്ള കപ്പലൊന്നുമല്ല, ചുഴലിക്കാറ്റും മറ്റൊക്കെ വന്ന് പല കപ്പലുകളും തല്ലി തകർന്നു പോകും. അപ്പൊ അത്ര വലിയ സാങ്കേതിക വിദ്യയൊന്നുമില്ലാത്ത കാലഘട്ടമാണെന്ന് കൂടി നമ്മൾ ഓർക്കുക. ഇന്ന് അഭിലാഷ് ടോമി വെറും 150 ദിവസം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വന്നതാണ്. ഓക്കെ അല്ലേ? കാനഡക്കാരനായ ജീൻ ബെലിവോ ഒക്കെ 11 വർഷമൊക്കെ എടുത്തിട്ടായിരുന്നു ലോകം മുഴുവൻ ഒന്ന് ചുറ്റി സഞ്ചരിച്ചത്. അപ്പോ നമ്മളുടെ ഏത് രാജാവാണ്? ജോൺ രണ്ടാമനാണ്, പോർച്ചുഗീസ് രാജാവാണ് പറയുന്നത് ഇന്ത്യ കണ്ടെത്തണം, കടൽ മാർഗം ഇന്ത്യ കണ്ടെത്തണം. അങ്ങനെ ഡയസ് ഇറങ്ങുന്നു. 1487 കാലഘട്ടമാണ്, ഒക്ടോബർ 10 പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എവിടം വരെ എത്തിയോള്? ആഫ്രിക്ക വരെ എത്തിയോള്. പക്ഷെ ക്രിസ്റ്റഫർ കൊളംബസോ ഇന്ത്യ എന്ന് പറഞ്ഞ് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയായിരുന്നു. അപ്പൊ അതുകൂടി നമ്മൾ ഓർത്തു വെക്കുക. ഇനി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഈ ബർത്തലോമിയസ് ഡയസ് ആണ്. ഏത് വർഷമാണ്? 1488 ആണ്. 87 മാനുവൽ രാജാവ് ഈ ഒരു ജോൺ രണ്ടാമൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങുന്നു.
അങ്ങനെ 1488 ആയപ്പോ ഇദ്ദേഹം എവിടെ എത്തുന്നു? ശുഭപ്രതീക്ഷ മുനമ്പിലെത്തുന്നു. ആരാണ്? ബർത്തലോമിയസ് ഡയസ്. ഇനി 1488 മെയ് മാസം ഡയസ് ശുഭപ്രതീക്ഷ മുനമ്പ് കണ്ടെത്തുന്നു. അദ്ദേഹം പറയുന്നു ഇതൊരു ശുഭപ്രതീക്ഷയാണ്, നമുക്ക് ഇന്ത്യയിലേക്ക് ഇതൊന്ന് കറങ്ങി തിരിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എളുപ്പത്തിൽ എത്താം, ഇതൊരു ശുഭമായിട്ടുള്ള കാര്യമാണ്, ശുഭപ്രതീക്ഷയാണ്, ഉറപ്പാണ് ഇന്ത്യയിലേക്ക് എത്താം. ആ ഒരു വഴി ഡയസ് കണ്ടെത്തുകയാണ്. ഇനി ഡയസ് ആണ് ഇതിന് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിട്ടത്. ഇനി ഡയസ് ഇട്ട മറ്റൊരു പേരാണ് കൊടുങ്കാറ്റുകളുടെ മുനമ്പാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും, കാരണം കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്, കൊടുങ്കാറ്റുകളുടെ മുനമ്പാണിത് എന്ന് അദ്ദേഹം പേരിട്ടു. ശുഭപ്രതീക്ഷ മുനമ്പ് എന്നാര് പേരിട്ടു? അത് ഡയസ് ആണ്. കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നാര് പേരിട്ടു? അതും ബർത്തലോമിയസ് ഡയസ് ആണ്. ജോൺ രണ്ടാമൻ എന്ന രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ കണ്ടെത്താൻ ഇദ്ദേഹം പുറപ്പെട്ടത്. ആഫ്രിക്കയിൽ എത്തുന്നു, ശുഭപ്രതീക്ഷ മുനമ്പിന്റെ അടുത്ത് വരെ ഇദ്ദേഹം എത്തി. എന്നിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ ഒരു മുനമ്പ് ചുറ്റിക്കറങ്ങിയാൽ ഇന്ത്യയിൽ എത്താമെന്നും മനസ്സിലാക്കി. സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്ക എന്നതിനെ വിശേഷിപ്പിക്കുന്നു. ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കുന്നത് ശുഭപ്രതീക്ഷ മുനമ്പിനെയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് കൂടി പഠിക്കാം, ജെയിംസ് കുറിയ. ഇന്ത്യയില് പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? അത് കൊറിയ. കുറിച്ചോണ്ടിരുന്ന് ചരിത്രം എഴുതി, അല്ലെ? കുറിച്ചോണ്ടിരുന്ന് എന്തെഴുതി? ഒരു ചരിത്രം എഴുതിയത് ജെയിംസ് കൊറിയ. അപ്പോ ശുഭപ്രതീക്ഷ മുനമ്പ് എന്നൊക്കെ കണ്ടു. സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റം എന്ന് കണ്ടു. കൊടുങ്കാറ്റുകളുടെ മുനമ്പാണെന്ന് കണ്ടു. അപ്പൊ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് വിദേശികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം എത്തിയ വിദേശിയുടെ പേരാണ് അറബികൾ. എന്നാൽ ആദ്യമത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിയത് കടൽ മാർഗമാണ്. കാരണം 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി റോഡ് മാർഗം അവർ അവസാനിപ്പിച്ചു. പിന്നെയാണ് കടൽ മാർഗം എത്തിയത്. ക്രിസ്റ്റഫർ കൊളംബസിനെ ഓർത്തു. 1492 ഓഗസ്റ്റ് 3 ഇദ്ദേഹം ഇന്ത്യ കണ്ടെത്താനായി പുറപ്പെട്ടത്. പക്ഷെ ഇദ്ദേഹം വഴിതെറ്റി വേറെ സ്ഥലത്താണ് എത്തിയത്. റെഡ് ഇന്ത്യൻസ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അദ്ദേഹം അവരെ ഇന്ത്യക്കാർ എന്നൊക്കെ വിളിച്ചു. ഇനി 1487 ജോൺ രണ്ടാമൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ബർത്തലോമിയസ് ഡയസ് സഞ്ചരിക്കുന്നു. അദ്ദേഹം ആഫ്രിക്ക വരെ എത്തി, ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തി. അതിന് പേര് വിട്ടു, കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്നൊക്കെ വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായ ശുഭപ്രതീക്ഷ മുനമ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിലെത്തും. ശുഭപ്രതീക്ഷയായി അദ്ദേഹത്തിന് ഇന്ത്യ എത്താൻ 1488 ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ആധുനിക കേരള ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം കാരണമാണ്. ഇത്രയും ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഒരു PSCയുടെ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ യൂറോപ്യന്മാരുടെ വന്ന ഒരു ഓർഡർ എന്താണ്? അപ്പൊ നിങ്ങൾ എന്ത് പറയും? പോടാ ബീഫേ എന്ന് പറയണം. എന്താ? തെറി വിളിച്ചതല്ല, നമ്മുടെ കോഡ് പറഞ്ഞതാ. പോടാ ബീഫേ, പോടാ ബീഫേ എന്ന് പറയാം. ക്ലിയർ ആണ്? പോടാ പോർച്ചുഗീസ്, ഡാ ഡച്ചുകാർ, ബി ബ്രിട്ടീഷുകാർ, എഫ് ഫ്രാൻസ്. അപ്പോ 1 2 3 4 ആ ക്രമം കിട്ടിയില്ലേ? ആദ്യമെത്തിയ രാജ്യം യൂറോപ്യൻ രാജ്യം പോർച്ചുഗീസ്, രണ്ടാമതെത്തിയ രാജ്യം ഡച്ചുകാർ, മൂന്നാമതെത്തിയ രാജ്യം ബ്രിട്ടീഷുകാർ, അവസാനം വന്ന രാജ്യം ഫ്രാൻസാണ്. അപ്പൊ ഒരു ഓർഡർ കിട്ടി. ആദ്യമെത്തിയ രാജ്യം പോർച്ചുഗീസ്, അവസാനം വന്ന രാജ്യം ഫ്രഞ്ചുകാർ. PSC ക്വസ്റ്റ്യൻ. ഇനി ചോദിക്കുന്ന ഒരു കാര്യം, ഏറ്റവും ആദ്യം വരികയും ഏറ്റവും അവസാനം ഇന്ത്യയിൽ നിന്ന് പുറത്താവുകയും ചെയ്ത രാജ്യം പോർച്ചുഗീസ്. ഏറ്റവും ആദ്യം വന്നു, അവസാനമാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തായത്. ഗോവയിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഓപ്പറേഷനിലൂടെ അങ്ങ് പുറത്താക്കിയത്, ഓപ്പറേഷൻ വിജയ് അല്ലെ, ചവിട്ടി പുറത്താക്കിയതാന്ന് പറയാം. അവിടെ തന്നെ അങ്ങ് നിൽക്കുകയായിരുന്നു. 463 വർഷത്തോളമാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇനി ആദ്യമെത്തിയ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ആരാണ്? പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്താണ്? ഡച്ചുകാരാണ്. ആദ്യമെത്തിയ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. അവസാനമെത്തിയ യൂറോപ്യൻസ് ആണ് ഫ്രഞ്ചുകാർ. അവസാനമെത്തിയത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരാണ് അവസാനമെത്തിയത്.
വെള്ളക്കാർ, ഇംഗ്ലീഷുകാർ എന്ന് വിളിക്കുന്ന ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൈക്കലാക്കുന്നത്. നമ്മളുടെ ഭരണമൊക്കെ ഏറ്റെടുത്ത് അവരങ്ങ് ഭരിച്ചു നമ്മളെ, അല്ലെ? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്കാണ് പിന്നീട് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തത്, നമ്മുടെ ഭരണം കൈക്കലാക്കിയത് ബ്രിട്ടീഷുകാരായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഓക്കെ. ലന്തക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഡച്ചുകാരെയാണ്. അപ്പോ ലന്തക്കാർ ആരാണ്? അത് ഡച്ചുകാരാണ്. പരന്ത്രീസുകാർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. വെള്ളക്കാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇതൊക്കെ ഇനി നമ്മൾ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് നോട്ട്സിൽ തന്നെ കാണാൻ പറ്റും, എഴുതി വെക്കും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. പോർച്ചുഗീസുകാരിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആദ്യമെത്തിയ വിദേശി അറബികളാണെങ്കിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അവസാനം പോയതും ആര് തന്നെ? പോർച്ചുഗീസുകാർ തന്നെ. അപ്പൊ ഇന്ത്യയിലെ കടൽ മാർഗം കച്ചവടം എന്ന് പറയുന്ന ലക്ഷ്യം മാത്രമായിരുന്നു. കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പള്ളി നിർമ്മാണം യൂറോപ്യന്റെ ഒരു മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. അപ്പോ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാനിപ്പോ അമേരിക്കയിൽ പോയൊരു വീട് വെക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇന്ത്യൻ സ്റ്റൈലൊക്കെ പിടിക്കാൻ ശ്രമിക്കും, അല്ലെ? നമ്മളുടെ ഒരു രീതി, ഫുഡിങ് ആണെങ്കിലും എല്ലാം നമുക്കൊരു ഇന്ത്യൻ രീതി ആയിരിക്കും. നമ്മൾ അവിടെ നിന്നല്ലേ വന്നത്. അപ്പൊ നമുക്കൊരു ഇഷ്ടം മുഴുവൻ ഇന്ത്യയിൽ കിടക്കാണ്. അപ്പൊ അതുപോലെ തന്നെ യൂറോപ്യന്മാർ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ അവര് സ്കൂൾ നിർമ്മിച്ചപ്പോൾ യൂറോപ്യൻ സ്കൂൾ മാതൃക, അവര് ഇവിടെ പള്ളി നിർമ്മിച്ചപ്പോൾ യൂറോപ്യൻ പള്ളി ശൈലി, അപ്പൊ ആ ഒരു യൂറോപ്യൻ സ്റ്റൈല് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യമെത്തിയ യൂറോപ്യനാണ്, അവസാനം ഇവിടുന്ന് പോയതും യൂറോപ്യനാണ്. ഇവരുടെ ആദ്യ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടർ എവിടെയായിരുന്നു? അത് കൊച്ചിയിലായി. പിന്നീട് അവരുടെ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുന്നു. ഗോവയിലാണ് ഇവർ വർഷങ്ങളായിട്ട് നിന്ന് അവസാനം ഗോവയിൽ നിന്ന് ഒരു സൈനിക നീക്കത്തിലൂടെയാണ് ഇവരെ പുറത്താക്കുന്നത്. അപ്പോ അതുവരെ അവർ എവിടെ തന്നെ ആയിരുന്നു? ഗോവയിലായി. ഗോവയില് വാസ്കോഡ ഗാമ എന്നൊക്കെ പറഞ്ഞ സ്ഥലം തന്നെ ഇപ്പോഴും ഉണ്ട്. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം ഏതാണ്? കൊച്ചി. പിൽക്കാല തലസ്ഥാനം ഏതാണ്? ഗോവ. അപ്പൊ ആദ്യ തലസ്ഥാനം കിട്ടി, പിന്നീടുള്ള തലസ്ഥാനമായ ഗോവയും കണ്ടു. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ആദ്യമെത്തിയ വിദേശി, യൂറോപ്യനായിട്ടുള്ള വിദേശി ആരാണ്? കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യം എത്തിയിട്ടുള്ള യൂറോപ്യന്റെ പേരെന്താണ്? വാസ്കോഡ ഗാമ. ആരാണ്? വാസ്കോഡ ഗാമ. 1498 മെയ് 20-നാണ് ഇദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ എത്തുന്നത്. കോഴിക്കോട് ജില്ലയിലാണ്, പന്തലായനി എന്ന കടപ്പുറത്താണ്, ചേമഞ്ചേരിയിലാണ് ഇദ്ദേഹം എത്തുന്നത്. അപ്പൊ കോഴിക്കോട് ജില്ല, പന്തലായനിയും ചേമഞ്ചേരിയും നമ്മൾ ഓർക്കണം. ക്ലിയർ അല്ലേ? 1498 മെയ് 20. ആരാണ് വരുന്നത്? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ എത്ര തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്? 3 തവണ. 1498 വന്നു, 1502 രണ്ടാമത് വന്നു, 1524 മൂന്നാമത് വന്നത്. അപ്പൊ മൂന്നാമത് വന്നപ്പോൾ ഡിസംബർ 24 ഇവിടെ വെച്ച് അന്തരിച്ചു. 1502 വന്നു, 1498 ആദ്യം, 502 രണ്ടാമത്, 1524 മൂന്നാമത് വന്നു, ഡിസംബർ 24 ഇവിടെ വെച്ച് അന്തരിച്ചു. അപ്പൊ ആദ്യമൊക്കെ ഇദ്ദേഹം വന്നപ്പോൾ വെറും ഒരു സഞ്ചാരിയായിട്ടാണ് വന്നത്. പിന്നീടാണ് ഇദ്ദേഹത്തിന് വൈസ്രോയി എന്ന ബഹുമതി കിട്ടി വരുന്നത് മൂന്നാമത്തെ തവണയാണ്. ഡിസംബർ 24 ഇവിടെ വെച്ച് അന്തരിച്ചു. ഇദ്ദേഹത്തിന് ആദ്യം ഇവിടെ തന്നെ ഒരു പള്ളിയിലാണ് അടക്കം ചെയ്തത്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ബോഡി ലിസ്ബണിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ വാസ്കോഡ ഗാമയെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം വന്നിറങ്ങുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ അന്ന് ഭരണം നടത്തുന്നത് സാമൂതിരിയാണ്. കോഴിക്കോട് സാമൂതിരിമാരാണ് ഭരണം നടത്തുന്നത്. അപ്പൊ സാമൂതിരി ഒരു വിദേശി വന്നു എന്നറിഞ്ഞ് ആ ഒരു ആതിഥ്യ മര്യാദയിൽ തന്നെ ഇദ്ദേഹത്തെ കോഴിക്കോട് പോയി സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹം അപ്പോൾ അവിടെ സാധാരണ വിദേശികളൊക്കെ എന്ത് ചെയ്യുകയാണ്? കച്ചവടം ചെയ്യുന്നുണ്ട്. അറബികളാണെങ്കിലും ചൈനീസും ഈജിപ്ഷ്യനും മറ്റ് ഒരുപാട് രാജ്യത്തുള്ള പല ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്.
അപ്പോൾ വാസ്കോ ഡ ഗാമ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യാനായിട്ട് വന്നതാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള ഒരു പെർമിഷൻ തരണമെന്ന് രാജാവിനോട് പറയും. രാജാവോട് അംഗീകരിച്ചു, ഓക്കെ കച്ചവടം ചെയ്തോ. പക്ഷേ വാസ്കോ ഡ ഗാമയ്ക്ക് അടുത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇവരൊക്കെ കച്ചവടം ചെയ്യുവാണ്, അറബികളൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടണം, ഇവിടെ ഇവരൊന്നും വേണ്ട, ഞങ്ങൾ മാത്രം കച്ചവടം ചെയ്യാൻ, നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾ നല്ലൊരു എമൗണ്ട് ഒക്കെ തരാം. അപ്പോൾ ഇവിടെ അവർക്കുള്ള കുരുമുളക്, പ്രത്യേകിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളോടാണ് യൂറോപ്യൻസിന് താല്പര്യം. കുരുമുളകൊക്കെ അവർ ഇറച്ചിയൊക്കെ സൂക്ഷിക്കാൻ, ദീർഘകാലം സൂക്ഷിക്കാൻ, കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അവിടെ എന്ന് വെച്ചാൽ തണുപ്പാണ്, അന്നത്തെ കാലത്ത് ഫ്രിഡ്ജൊന്നുമില്ല. അപ്പൊ ഇവർക്ക് ഈ കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് വർഷങ്ങളായിട്ട് ഇതൊക്കെ കുറെ നാളൊക്കെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ കുരുമുളകിന്റെയൊക്കെ ഒരു വലിയ ക്വാണ്ടിറ്റി ഇവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും നാള് കച്ചവടം ചെയ്ത് വളരെ സൗഹൃദത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന മറ്റു വിദേശികളെ ഇവിടുന്ന് തുരത്തി ഓടിക്കാൻ നമ്മുടെ സാമുദ്രിക്ക് സ്വാഭാവികമായും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഇന്നലെ കണ്ട ആളെ അപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? സാമുദ്രി പറഞ്ഞു അതൊന്നും നടക്കത്തില്ല, നിങ്ങൾക്ക് അവർ കച്ചവടം ചെയ്യുന്നില്ല, വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ വാസ്കോ ഡ ഗാമയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, യൂറോപ്പിൽ നിന്ന് ഇത്രയും റിസ്ക് പിടിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ട് ഇയാൾ പറയുന്ന പരിപാടി കണ്ടില്ലേ, ഇങ്ങനെയാണോ പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഉടനെ അടുത്തോട്ട് പോയി, തൊട്ടടുത്ത് അവിടെ പോകുന്നു, കണ്ണൂരിൽ പോകുന്നു. കണ്ണൂരിൽ ആരുണ്ട്? കോലത്തിരിയുണ്ട്. ഈ കോലത്തിരിയും സാമൂതിരിയും തമ്മിൽ ചെറിയ തരത്തിലുള്ള ശത്രുതയുണ്ട്. പക്ഷേ സാമൂതിരിയാണ് സ്ട്രോങ്. അപ്പൊ സാമൂതിരിമാർ എന്ന് പറയുന്നത് ഇവരുടെ സ്ഥാനപ്പേരാണ്, രാജാവിന്റെ പേരല്ല. നമുക്ക് സാമൂതിരി എന്ന് പഠിച്ചാൽ മതി. അപ്പോ സാമൂതിരി സ്ട്രോങ് ആണ്. അപ്പൊ നേരിട്ട് കോലത്തിരിക്ക് ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ സാമൂതിരി ഏത് നിമിഷവും കണ്ണൂരിനെ ആക്രമിക്കുമെന്നൊരു ഭയവുമുണ്ട്. അപ്പോ അവിടെ ചെല്ലുന്നു. വാസ്കോ ഡ ഗാമ കച്ചവടത്തിന് ഇടം ചോദിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ആര് ചെയ്തു കൊടുക്കുന്നു? കണ്ണൂരിലെ കോലത്തിരി ചെയ്തു കൊടുക്കുന്നു. കാരണം കോലത്തിരിക്ക് കച്ചവടം നടക്കും. പിന്നെ ഒരു യൂറോപ്പ്, ഒരു വിദേശിയുമായിട്ടുള്ള നല്ല ബന്ധം സൃഷ്ടിക്കാമെന്ന് കോലത്തിരി തീരുമാനിക്കുന്നു. ഇപ്പൊ ഇവരുടെ കയ്യിലാണെങ്കിൽ കുറച്ച് നല്ല എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കാമെന്നൊരു ധാരണ കൂടി കോലത്തിരിക്കുണ്ട്. അങ്ങനെ കോലത്തിരി ഇവരുടെ കണ്ടീഷൻസ് എല്ലാം സമ്മതിച്ചുകൊണ്ട് അവിടെ കച്ചവടം ചെയ്യാൻ അനുമതി കൊടുത്തു. വാസ്കോ ഡ ഗാമ അവിടെ കച്ചവടം ചെയ്തു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, വന്നതിനേക്കാളും ഒരുപാട് സാധനങ്ങളൊക്കെ കപ്പലിൽ നിറച്ച് നമ്മുടെ വാസ്കോ ഡ ഗാമ തിരിച്ച് യൂറോപ്പിലെത്തി. യൂറോപ്പിലെത്തിയപ്പോൾ വന്നതിലും 60 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോ ഡ ഗാമ തിരിച്ച് യൂറോപ്പിലെത്തിയത്. അപ്പൊ ഇതോടുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആഹാ, ഇന്ത്യയിൽ പോയ അടിപൊളി അല്ലെ, 60 മടങ്ങ് ലാഭമോ, 1, 2, 10 മടങ്ങാണോ? അല്ല, 60 മടങ്ങ് ലാഭം, അത്രയും പണക്കാരായി വരാം. അപ്പൊ ഇത് കേൾക്കുമ്പോ പിന്നെ അടുത്ത ആൾക്കാർ റെഡി ആവത്തില്ല ഇങ്ങോട്ട് വരാന്. പോയാൽ പോട്ടെ, കിട്ടിയാൽ ഊട്ടി എന്നുള്ള രീതിയിൽ അടുത്ത ആളുകൾ റെഡിയാണ് ഇന്ത്യയിലേക്ക് എത്താൻ. അല്ലെ, വരുന്നത് വലിയൊരു റിസ്ക് ആണ്, ചിലപ്പോൾ ലൈഫേ പോകും. എന്നാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ വൻ ജീവിതമാണ് കയ്യിൽ, 60 മടങ്ങ് ലാഭമൊക്കെ ആയിട്ട് വരാം. അപ്പോ പലരും പിന്നീട് ഇങ്ങോട്ട് വരാൻ തയ്യാറാവുകയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. പ്രത്യേകിച്ച് വാസ്കോ ഡ ഗാമ സക്സസ് ആയിട്ട് തിരിച്ചെത്തുമ്പോൾ കുറച്ചും കൂടി ഒരു ധൈര്യം വരുമല്ലോ. അപ്പൊ ആദ്യമെത്തിയ യൂറോപ്യൻ അത് വാസ്കോ ഡ ഗാമയാണ്. എവിടെത്തി? കോഴിക്കോട് ജില്ലയിലെത്തി. അപ്പോ ഈ ഒരു വാസ്കോ ഡ ഗാമ ഇങ്ങോട്ട് വരാൻ കാരണം മാനുവൽ രാജാവാണ്. മാനുവൽ രാജാവ് ഒന്നാമനാണ്. അപ്പൊ ഈ രാജാവ് ഇദ്ദേഹത്തിന് എന്ത് വിളിച്ചു? ഡോം എന്ന ബഹുമതി നൽകി. അതുപോലെ തന്നെ ഇന്ത്യൻ സൈനികരുടെ അധിപൻ എന്ന ബഹുമതിയും വാസ്കോ ഡ ഗാമയ്ക്ക് നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്ന ബഹുമതി കൂടി വാസ്കോ ഡ ഗാമയ്ക്ക് നൽകുന്നു. അപ്പൊ നമ്മൾ നോക്കുന്നത് വാസ്കോ ഡ ഗാമയെ ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ, അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന ബഹുമതി മാനുവൽ രാജാവ് നൽകി. ലിസ്ബൺ, യൂറോപ്പിൽ നിന്നാണ് ഗാമ യാത്ര തിരിച്ചത്. കേരളത്തിൽ ആദ്യമായി എത്തിയത് 1898 മെയ് 20. പോർച്ചുഗീസ് നാവികനാണ്, കപ്പിത്താനാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ്, ആദ്യമായി കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരനാണ്. അതുപോലെ തന്നെ നമുക്ക് ഓർക്കേണ്ടത് ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? 1897 ജൂലൈ 8 ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 1897 ജൂലൈ 8 ലിസ്ബണിൽ നിന്ന്, പോർച്ചുഗീസിലുള്ള ലിസ്ബണിൽ നിന്ന് യാത്ര ആരംഭിച്ചു. 98 മെയ് 20 നമ്മുടെ കോഴിക്കോട് എത്തിയത്. ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ ഒന്നാമൻ എന്ന രാജാവാണ്. ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തെ അയച്ചത് മാനുവൽ ഒന്നാമൻ എന്ന രാജാവ്. അപ്പൊ കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ, ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം വാസ്കോ ഡ ഗാമ. 1498 എവിടെ എത്തി? കോഴിക്കോട്, ചേമഞ്ചേരി പഞ്ചായത്ത്, കാപ്പാട് കടപ്പുറം, പന്തലായനി എന്ന ബീച്ച്.
അപ്പൊ കാപ്പാട് പലതവണ ചോദിച്ചിട്ടുണ്ട്, പന്തലായനി ചോദിച്ചിട്ടുണ്ട്, ചേമഞ്ചേരി ചോദിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഓർക്കണം. കോഴിക്കോട് ജില്ല, ചേമഞ്ചേരി, കാപ്പാട് കടപ്പുറം, കാപ്പാട് ഓർക്കുക, പന്തലായനി ഓർക്കുക. ആ ഒരു ബീച്ചിലാണ് എത്തുന്നത്. എതിർപ്പ് കാട്ടി, എതിർപ്പ് കാട്ടാൻ കാരണം എന്താണ്? മറ്റവരെ ഇറക്കി വിടാൻ പറഞ്ഞു, അതുകൊണ്ടാണ് എതിർപ്പ് കാട്ടിയത്. അത് കോഴിക്കോടുള്ള സാമൂതിരിയാണ്. 1498 മെയ് 20 കേരളത്തില് കാപ്പാട് എന്ന സ്ഥലത്താണ്, കോഴിക്കോട് ജില്ലയിലാണ് നമ്മുടെ വാസ്കോഡ് ഗാമ എത്തിയത്. എന്തായിരുന്നു ഉദ്ദേശം? കാരണം സമുദ്രമാർഗം ഇന്ത്യയിൽ എത്താനുള്ള ഒരു വഴി കണ്ടെത്തുക, ഇവിടെ വന്ന് കച്ചവടം ചെയ്യുക, നേരിട്ടൊരു വ്യാപാര ബന്ധം സ്ഥാപിക്കുക. യാത്രയ്ക്ക് സഹായം നൽകിയത് ഡോം മാനുവൽ ഒന്നാമനാണ്. വാസ്കോഡ് ഗാമ സഞ്ചരിച്ചത് 3 കപ്പലുകളിലാണ്. വാസ്കോഡ് ഗാമയ്ക്കൊപ്പം 3 കപ്പലുകൾ വന്നു. ഒന്നാമത്തേത് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പൽ, സെന്റ് ബെറിയോ എന്ന കപ്പൽ, സെന്റ് റാഫേൽ എന്ന കപ്പൽ. അപ്പൊ 3 കപ്പൽ നിറച്ച ആളുകളുമായിട്ടാണ് ഗാമ വരുന്നത്. ഗാമ സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. ഒരു കപ്പലിന്റെ നേതാവ് ഗാമയുടെ തന്നെ സഹോദരനായിരുന്നു. അപ്പൊ 3 കപ്പല് 3 നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യം വന്ന് കാലുകുത്തുന്നത് നമ്മുടെ വാസ്കോഡ് ഗാമയാണ്, യൂറോപ്യൻ. അപ്പോൾ സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ് ഗാമ യാത്ര ആരംഭിച്ചത്. 3 കപ്പലിൽ ആണ് ഗാമ യാത്ര പുറപ്പെട്ടെന്ന് ഓർക്കുക. ഇതിൽ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. അപ്പോ ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അവര് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്നിട്ട് മലിന്തി വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ എത്തുന്നത്. ഇപ്പൊ ഒരു ഗുജറാത്തി വ്യാപാരിയാണ്, അവിടെ വെച്ച് പരിചയപ്പെട്ട ഗുജറാത്തി വ്യാപാരിയാണ് വളരെ ഈസി ആയിട്ട് ഗാമയെ ഈ ശുഭപ്രതീക്ഷ മുൻപ് ചുറ്റി ഇങ്ങ് കറക്റ്റ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങ് എത്താം എന്ന് പറഞ്ഞ വഴിയൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങ് എത്തിച്ചത് ഒരു ഗുജറാത്തി വ്യാപാരിയാണ്. വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. അദ്ദേഹത്തിനെ അനുഗമിച്ച 2 കപ്പലുകളുണ്ട്, സെന്റ് റാഫേലും സെന്റ് ബറിയോയുമാണ്. ഇനി കോഴിക്കോട് ഇദ്ദേഹത്തിന് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി? നമ്മൾ ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. കാര്യം ഇത് വായിച്ചു പറയുന്നതിലും നിങ്ങൾക്ക് ഒരു കഥ പോലെ കേൾക്കുമ്പോൾ അതല്ലേ ഓർക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ പറയുമ്പം ചിലർക്ക് വ്യക്തത വരണം എന്നില്ല. നമ്മൾ പറയുന്നതും ഇപ്പൊ ആദ്യമായി ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് കേൾക്കുമ്പോഴേ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സെന്റ് ബെറിയോ, സെന്റ് റഫേൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വ്യക്തമായിട്ട് കിട്ടണം എന്നില്ല നിങ്ങളിലേക്ക്. അത് ലെറ്റർ വായിച്ചാലേ കിട്ടും. അതിനാണ് എഴുതിയത് നിങ്ങളെ കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ സാമൂതിരി രാജാവ് വാസ്കോഡ് ഗാമയെ സ്വീകരിക്കാതിരുന്നോ? ആദ്യം കണ്ടപ്പോഴേ എതിർപ്പ് പ്രകടിപ്പിച്ചോ? ഇല്ല, സ്വീകരിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻസ് കാരണമാണ് പറ്റത്തില്ല എന്ന് പറയുന്നത്. പോർച്ചുഗീസ് ആളുകൾക്ക് വ്യാപാരം അനുവദിച്ചു, പക്ഷേ അധിക പ്രാധാന്യം ലഭിച്ചില്ല. മറ്റവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഫുൾ പ്രാധാന്യം ഇവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. 1502 ഗാമ വീണ്ടും എത്തിയിരുന്നു. പിന്നെയോ ആ സമയത്താണ് ചന്ദ്രഗിരിയിലും കൊച്ചിയിലും ഒക്കെ വ്യാപാര കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചത്. 1524 മൂന്നാമതെത്തി. ആ സമയത്താണ് ഗാമ അന്തരിച്ചത്. വാസ്കോഡ് ഗാമയുടെ പ്രാധാന്യം എന്താണ്? ആദ്യം എത്തിയ യൂറോപ്പിനാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെ? അപ്പൊ ഈ ഒരു ശുഭപ്രതീക്ഷ മുൻപ് ചുറ്റി ഇന്ത്യയിൽ എത്താം എന്ന് തെളിയിച്ചു. 60 മടങ്ങ് ലാഭവുമായി തിരികെയും എത്തി. ഇപ്പൊ സക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാഹസിക യാത്രികനാണ്. കടൽ വഴി കണ്ടെത്തി. പോർച്ചുഗീസ് വ്യാപാര ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തിയായി പോർച്ചുഗീസുകാർ വളരാൻ കാരണക്കാരനായി. ഇനി വാസ്കോഡ് ഗാമ ആദ്യം എത്തിയതായിരുന്നാണ് 98 മടങ്ങിപ്പോയത് എന്നാണ്. 60 മടങ്ങ് ലാഭവുമായി മടങ്ങിയത് തൊട്ടടുത്ത വർഷം 99. അപ്പൊ 1497 ജൂലൈ 8 യാത്ര തിരിച്ചു. ലിസ്ബണിൽ നിന്ന് ജമാനുൽ ഒന്നാമൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം 98 ഇവിടെ എത്തി. 99 തിരിച്ചുപോയി, ലിസ്ബണിലെത്തി. ഇതാണ് ഫസ്റ്റ് യാത്ര. രണ്ടാമതായി വരുന്നത് 1502 മൂന്നാമതും അവസാനവുമായി വന്നത് 1524 ഈ സമയത്താണ് ഇദ്ദേഹം വൈസ്രോയി ആയി മാറിയത്. വാസ്കോഡ് ഗാമ അന്തരിച്ചതോ ക്രിസ്മസിന്റെ ഈവിനാണ്, ക്രിസ്മസ് തലേന്നാണ്. ക്രിസ്മസ് തലേന്ന് ഡിസംബർ 24. ഇവിടെയും ഉണ്ട് ഒരു 24, ഇവിടെയും ഉണ്ട് 24. 1524. അപ്പൊ വാസ്കോഡ് ഗാമയുടെ അന്തരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹത്തിനെ അടക്കം ചെയ്തത് സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചിയിലാണ് അടക്കം ചെയ്തത്. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം
ആദ്യം കുഴിച്ചിടുന്നത് എവിടെയാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചിയിലാണ്. ക്ലിയർ ആണ്? അപ്പോ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പിന്നീട് കൊച്ചിയിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? പോർച്ചുഗീസിലുള്ള ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. അത് 1539 എന്ന് കൊണ്ടുപോയി? 1539 എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ലിസ്ബണിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ 1524 ഡിസംബർ 24 ഇവിടെ വെച്ച് അന്തരിച്ചു. അപ്പൊ ഇവിടെ മരിച്ചപ്പോൾ ഇവിടെ തന്നെ അടക്കി. അത് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഓർത്തു, ഞങ്ങൾക്ക് തുടക്കം കുറിച്ച് തന്ന ആളാണ്, അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ അടക്കം ചെയ്താൽ ശരിയാവത്തില്ല, അങ്ങ് കൊണ്ടുപോകണം, അദ്ദേഹത്തിന് ഒരു ഭൗതിക ബഹുമതിയൊക്കെ നൽകണം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ 1539 ശരീരം അങ്ങ് ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ക്ലിയർ ആണോ? അവിടെ പോവാങ്കിൽ കാണാം. ഇതാണ് നമ്മുടെ വാസ്കോഡ ഗാമ ലിസ്ബണിലുള്ളത്. കണ്ടോ? അപ്പൊ വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ എവിടെയാണ്? ജെറോനിമസ് കത്തീഡ്രൽ, ലിസ്ബൺ, 1539 ജെറോനിമസ് കത്തീഡ്രൽ. ഇനി വാസ്കോഡ ഗാമ എന്നൊരു സ്ഥലപ്പേര് ഏത് സംസ്ഥാനത്താണുള്ളത്? ഗോവയിൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന ബഹുമതി ഇദ്ദേഹത്തിന് ലഭിക്കുന്നു. മാനുവൽ രാജാവാണ് ഈ ഒരു ബഹുമതി ഇദ്ദേഹത്തിന് നൽകിയത്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സ്ക്രീൻഷോട്ട് ചെയ്ത് കാണുന്നത്. ഇതില് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി AD 1500 കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാര്? ആരാണ് കേരളത്തിലെത്തിയത്? 4 ഓപ്ഷൻസ് കാണാം. ഇദ്ദേഹത്തിന്റെ പേരാണ് പെഡ്രോ അൽവാരേസ് കബ്രാൽ. അപ്പോ വാസ്കോഡ ഗാമ 62 ലാഭവുമായി അവിടെ എത്തിയപ്പോൾ ഉടനെ തന്നെ മറ്റൊരാൾ ഇങ്ങോട്ട് വന്നു. 97 ഗാമ യാത്ര തിരിച്ചു. 98 ഇവിടെ എത്തുന്നു. 99 ഗാമ അവിടെ തിരിച്ചെത്തി 60 മടങ്ങ് ലാഭം. ഉടനെ 1500 ഇവിടെ എത്തിയ വ്യക്തിയുടെ പേരാണ് കബ്രാൾ. ഓക്കെയാണ്. ഇനി കബ്രാളിന്റെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ അടുത്ത ദിവസമായിരിക്കും ഈ അൽവാരസ് കബ്രാളിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അൽവാരസ് കബ്രാളിനെ കുറിച്ച് നെക്സ്റ്റ് ഡേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യമെത്തിയ വിദേശി അറബികളാണ്. ആദ്യമെത്തിയ പോർച്ചുഗീസുകാർ, യൂറോപ്യന്മാർ പോർച്ചുഗീസ് ആണ്. 1453 തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. പിന്നെ നമ്മളുടെ ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടില്ലേ? ക്രിസ്റ്റഫർ കൊളംബസ് അദ്ദേഹം 1492 ഇന്ത്യ ആണെന്നും പറഞ്ഞ് അമേരിക്കയിലാണ് എത്തിയത്. പിന്നെ നമ്മൾ പഠിച്ച മറ്റൊരു വ്യക്തി ബർത്തലോമിയസ് ഡയസിനെ കുറിച്ചാണ്. ആ ഒരു പേരിട്ടത് കണ്ടു, കൊടുങ്കാറ്റുകളുടെ ചുഴലിക്കാറ്റ് അല്ലെ, കൊടുങ്കാറ്റിന്റെ മുനമ്പ്. ഇപ്പൊ സൗത്ത് മോസ്റ്റ് പോയിന്റ് ആണ്, ടിപ്പ് ഓഫ് ദ ആഫ്രിക്കയാണത്. പിന്നീട് ആ ഒരു ഓർഡർ പോടാ ബീഫെ ഓർക്കാലോ, പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ് എന്നോർക്കാം. 4 കാര്യങ്ങൾ അത് ഓർക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞു. ആദ്യം എത്തിയ വാസ്കോഡ ഗാമയെ കുറിച്ച് കണ്ടു. ഇനി ഇവരുടെ സംഭാവന നമ്മൾ ഇനി പഠിക്കത്തേ ഉള്ളൂ. നിങ്ങൾ അപ്പോൾ ആ ഒരു പള്ളിയെ കുറിച്ചും സ്കൂളിനെ കുറിച്ചും മെൻഷൻ ചെയ്തു. പക്ഷെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സംഭാവനകളൊക്കെ പഠിക്കാം. ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വാസ്കോഡ ഗാമയെ കുറിച്ച് പറയുമ്പോൾ ലിസ്ബണിൽ നിന്നാണ് യാത്ര തിരിച്ചത്. മാനുവൽ ഒന്നാമനായിരുന്നു രാജാവ്. 3 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 1498 മെയ് 20 കോഴിക്കോട്, കാപ്പാട്, പന്തലായനി, ചേമഞ്ചേരി സ്ഥലങ്ങളൊക്കെ ഓർക്കുക. ഇദ്ദേഹം സാമൂതിരിയാണ് സ്വീകരിച്ചത്. പക്ഷെ അവിടെ കച്ചവടം ചെയ്യാൻ അനുമതി കൊടുത്തില്ല. കണ്ണൂര് പോയി കൊലത്തിരി ആണ് അനുമതി നൽകി. അവിടെ കച്ചവടം ചെയ്തു. 60 ഇരട്ടി ലാഭവുമായിട്ട് ലിസ്ബൺ യൂറോപ്പിൽ തിരിച്ചെത്തി. പിന്നീട് നമ്മൾ പഠിച്ചത് എന്താണ്? തുടക്കക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? പഠിപ്പിച്ചത് ഞാൻ വളരെ സ്ലോയിലാണ്. റിവിഷൻ മാത്രം ഒന്ന് ഫാസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മളുടെ അധികം സമയം കളയാതിരിക്കാൻ. ഓക്കെ ആണല്ലോ? സെറ്റല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ്, 1524 ഡിസംബർ 24 ഇവിടെ വെച്ച് മരിച്ചു. അപ്പൊ സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ് അടക്കം ചെയ്തത്. പിന്നീട് ലിസ്ബൺ 1539 ബോഡി അങ്ങ് കൊണ്ടുപോയി. ജെറോനിമസ് കത്തീഡ്രൽ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ, അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്നറിയപ്പെടുന്നത് വാസ്കോഡ ഗാമയാണ്. മാനുവൽ ഒന്നാമനാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഡോം എന്ന ബഹുമതിയും മാനുവൽ ഒന്നാമൻ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. വൈസ്രോയി ആയിട്ട് എത്തിയത് എന്നാണ്? 1524 ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 1500 വന്ന കബ്രാൾ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് കബ്രാളും ബാക്കി പോയിന്റ്സും പഠിക്കാം. എല്ലാവർക്കും നന്നായി മനസ്സിലാകുന്നുണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? PPT വായിക്കുക. ബാക്കി നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് സെറ്റ് ആകും. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.